സിനിമ കണ്ടാലും മിണ്ടാതെ പോകും. ഇപ്പൊ സിനിമ കണ്ടിട്ട് മിണ്ടാൻ പാടില്ല. അപ്പൊ സിനിമ കണ്ടാലും മിണ്ടാതെ പോകും. മോഹൻലാലിന്റെ അഭിനയം നന്നായി എന്നേ പറയുള്ളൂ, വേറെ ഒന്നും പറയാൻ നടക്കൂല. കാരണം എന്ത് പറഞ്ഞാലാണ് കുഴപ്പമാകുന്നതെന്ന് അറിയാത്തതുകൊണ്ട് അവരെ ഇഷ്ടം പോലെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ അങ്ങോട്ട് സൈഡിൽ കൂടെ അങ്ങ് പോയ കഴിഞ്ഞിപ്പോ സിനിമയെ പറ്റി പുകഴ്ത്തി പറഞ്ഞു വെച്ച് അതിന് ഈ നാട്ടിൽ ഒരു വലിയ കലാപമാകണ്ട. കാണേണ്ടവൻ കാണും, വിശ്വസിക്കുന്നവൻ വിശ്വസിക്കും. സത്യം പറഞ്ഞാൽ സത്യമാണെന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിനും വിലയൊന്നുമില്ല. ഒരു സിനിമ കണ്ടാൽ, ഒരു പുസ്തകം വായിച്ചാൽ ഇതിൽ പറയുന്ന ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് മലയാളിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിരിക്കണം. ഇവിടെ ഞാനും ഒരുപാട് രാഷ്ട്രീയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കേരളത്തിലെ രാഷ്ട്രീയം മാറി പറഞ്ഞില്ല. ഏതാ ഞാൻ UDF-ൽ നിൽക്കുന്ന കാലത്ത് MLA ആവുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ച സിനിമകളിൽ പലതും UDF വിരുദ്ധ സിനിമകളായിരുന്നു. രഞ്ജി പണിക്കരെ, ഷാജി കലത്തിലെ സിനിമ. അതുകൊണ്ടൊന്നും ഇവിടെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായില്ല. അപ്പൊ അത് പോട്ടെ. ഇതിപ്പോ കാണിച്ചതെന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി അവിടെ എന്താ ഒരു സമരം, എന്ത് ചോദിച്ചാൽ BJP-ക്കാരുടെ സമരമാണ്. എന്താ കാര്യം? ഒരു MLA അയാളുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം വയ്ക്കാൻ തീരുമാനിച്ചു. ആ കെട്ടിടത്തിന് ടെൻഡർ വിളിച്ചു, ഊരാരുന്തൽ എടുത്തു, മന്ത്രി കല്ലിടാൻ വന്നു. എന്താണ് പ്രതിഷേധം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. പ്രമോദം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എന്തിനാന്ന് മനസ്സിലായി. പിന്നെ എനിക്കിതൊരു രസമാണ്, ഞാനിതിപ്പോ ആസ്വദിക്കുകയാണ് ചെയ്തത്. കാരണം അവര് സമരം ചെയ്യുമ്പോൾ ഇവരെ അറിയാത്തൊരു കാര്യമുണ്ട്, പരിചയക്കുറവാണെന്ന് അറിയത്തില്ല. ആദ്യം ഒരു നോട്ടീസ് തരണം. ഷാബി എനിക്കൊരു നിവേദനം, അല്ലെങ്കിൽ തീണ്ടൽ ഒരു നിവേദനം എനിക്ക് തരുന്നു, അതിനെ നിരസിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ പ്രതിഷേധിക്കാൻ അർത്ഥമുണ്ട്. ഞാൻ ഇതുപോലെ മൂന്നാറിൽ ചെന്നു കേട്ടോ. മൂന്നാറിൽ പോയൊരു തമാശയുണ്ട്. മൂന്നാറിലെ ഡബിൾ ഡെക്കർ ഉദ്ഘാടനം വേണ്ടി മൂന്നാറിൽ ചെന്നു. ഒരു കാര്യമില്ല, അന്നും പ്രമോദുണ്ട്, അവിടുത്തെ MLA ഉണ്ട്, ഞാനും അവിടുത്തെ MLA കൂടി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി കാറിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കരിങ്കുടി പറയണം. എനിക്കതേ കരിങ്കുടി ഇഷ്ടമാണ്, കാരണം ഞാൻ മിക്കവാറും കറുത്ത ഉടുപ്പിടുന്ന ആളാണ്. എനിക്ക് കറുപ്പിനോട് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഇത് കറുത്ത ഉടുപ്പിട്ട് നടക്കുന്ന ആദ്യമായിട്ടില്ല. കേരളത്തിന്റെ നിയമസഭയിലും കറുത്ത ഉടുപ്പ് കിട്ടുമെന്ന ആദ്യത്താണ് ഞാൻ. എനിക്ക് നിറത്തിലൊന്നൊരു പ്രശ്നം, നിറം എനിക്കൊരു പ്രശ്നമല്ല. ഏറ്റവും നല്ല വർണ്ണശബളമായി അതുകൂടെ കിടക്കുന്ന പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് കേട്ടാൽ അറിയാം. ഇനി വരാൻ പോകുന്ന വണ്ടികൾ നോക്കണം, എല്ലാം നല്ല കളർഫുള്ളായിരുന്നു. അത് കറുപ്പാന്നോ വെളുപ്പാന്നല്ല, നല്ല രസമായിരിക്കും കാണാൻ. നമ്മുടെ മനസ്സ് നല്ല കളർഫുള്ളാണ്. അതുകൊണ്ട് അവിടെ ഇതുപോലെ ഒരു കാര്യം കൂടി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഇവിടെ അനധികൃതമായ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ സ്റ്റേജിൽ കയറിയാൻ പറഞ്ഞ് അവർ സമരം ചെയ്ത് എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. പക്ഷെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, അപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ ലേഖനം എഴുതുന്നത് പറഞ്ഞു, സാറേ ഇവിടെ അനധികൃതമായ ഓട്ടമുണ്ട്, ലൈസൻസ് ഇല്ലാത്തവർ വണ്ടി ഓടിക്കുന്നുണ്ട്, അവര് നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല, വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, ടാക്സ് ഇല്ല, അതില്ലാത്തവരെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനായിരുന്നു സമരം എന്ന് പറഞ്ഞ് ഞാൻ നേരെ പിറ്റേ ദിവസത്തെ നടപടി ആരംഭിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, കേരള സർക്കാരിന് ഏതാണ്ട് 1 കോടി രൂപ 25 ദിവസം കൊണ്ട് നികുതി വെട്ടിച്ചവന്റെയും ലൈസൻസ് ഇല്ലാതെ വണ്ടി, ലൈസൻസ് എടുത്തിട്ട് കൊണ്ടുവരാത്തല്ല കേട്ടോ, ലൈസൻസ് സാധനമേ എടുത്തിട്ടില്ല, വണ്ടി ഓടിക്കുക. ദിവസം 7 പേര് 8 പേരാണ് പിടിക്കുന്നത് മോട്ടോർ വെഹിക്കിളുകാർ. അതിൽ ലൈസൻസ് ജീവിതത്തിൽ ഒരിക്കലും ലൈസൻസ് എടുത്തിട്ടില്ല, ഒരിക്കലും ലൈസൻസ്. പക്ഷെ അവരെല്ലാം വണ്ടി ഓടി. ആരെ? മൂന്നാറിൽ വരുന്ന വിദേശത്ത് വരുന്ന ടൂറിസ്റ്റുകൾ, വടക്കേ ഇന്ത്യ വരുന്ന ടൂറിസ്റ്റുകൾ, കേരളത്തിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ, കുടുംബങ്ങൾ, ഇവരെ ഇരുത്തിക്കൊണ്ട് ടാക്സ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ലൈസൻസ് ഇല്ല, വണ്ടി ഓടിക്കുകയാണ്. ചാനൽ പ്രവർത്തകരാണ്, മാധ്യമ പ്രവർത്തകരാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. പിറ്റേ ദിവസം തൊട്ട് കൈകാര്യം ചെയ്തു. 1 മാസം കൊണ്ട് 1 കോടി രൂപയോളം സർക്കാരിന് ഖജനാവിൽ വരുമാനം കിട്ടി. നിയമലംഘനക്കാരെ, ആയിരക്കണക്കിന് നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് വലിയ ലൈറ്റ് ഒന്നും പിടിപ്പിക്കുന്നത്, അതെല്ലാം ഇളക്കി. അതിനൊക്കെ ഭയങ്കര ഫൈനടിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ്. എല്ലാം കോടതി പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനും ഇളക്കി റെഡിയാക്കി. അവിടെ അരാജകത്വമായിരുന്നു. KSRTC ഡബിൾ ഡെക്കർ ബസ് തുടങ്ങി. എല്ലാവരും അത്ഭുതപ്പെട്ടു, എന്താണിത്? കണ്ണാടിയിൽ ബസ്. ഞാൻ തന്നെയാണ് കണ്ണാടി ബസ് രൂപകൽപ്പന ചെയ്തത്. അഭിമാനത്തോടെ പറയാം, അത് വരച്ചതുപോലെ അതിനേക്കാൾ ഗംഭീരമായി നിർമ്മിച്ചു തന്നത് KSRTC ജീവനക്കാരാണ്, അവിടുത്തെ മെക്കാനിക്കുകളാണ് എന്ന് നിങ്ങൾ കയ്യടിയോടെ അവരെ അഭിനന്ദിക്കണം.